അയാൾ വിളിക്കുന്നു, ഇരുട്ടിൽ കിടന്നുകൊണ്ട് അയാൾ വിളിക്കുന്നു, രക്ഷിക്കുന്നു. അപ്പോൾ അതൊരറിവാണ്. ഏത്? ഈ നിലവിളിക്കുന്ന അറിവ്, എന്നെ പറ്റിയുള്ള അറിവ് ഇല്ലേ? അതെവിടെ ഇരിക്കുന്നു? ഒരു ഇരുട്ടിലിരിക്കുന്നു. ഇരുട്ടിലിരുന്നു കൊണ്ട് അറിയുന്ന ഒരറിവ്, അതാണ് നിങ്ങൾ. ഓരോരുത്തരും അറിയണം, അതാണ് ഞാൻ. ഇരുളിൽ ഇരിക്കും ചുറ്റോൻ ഇവനെന്നൊരിക്കലല്ലോ അല്ലല്ലോ. ചുറ്റും കതിരിടുവോന്തൻ ചുറ്റായി മറ്റോ ഇരുട്ട് വിലസിടുമോ എന്നാണ് പിന്നെ ഗുരു ചോദിക്കുന്നത്. മനസ്സിലായോ? ചുറ്റും കതിരിടുവോന്തൻ ചുറ്റായി മറ്റോരിരുട്ട് വിലസിടുമോ. ചുറ്റും നല്ല വെളിച്ചം, ഏതറിവ്? ഏതായാലും അറിവാണ്. ഇരുട്ടിന് ഞാൻ ഇരുട്ടിലിരിക്കുന്നു എന്നുള്ളതും അറിവാണ്. അറിവാകട്ടെ പ്രകാശമാണ്, അല്ലേ? ആ പ്രകാശം ഏതുവരെ പോകും? അത് ഏതുവരെ പോകും നമുക്കറിയാൻ പാടില്ല. ഏതുവരെ പോകും? നിങ്ങളിപ്പോൾ എവിടെയായിരിക്കുന്നു? ഗുരുകുലത്തിൽ ഇപ്പോൾ ഇവിടെ ക്ലാസ്സിലിരിക്കുന്നു. തന്നെ ഇരുട്ടിലിരിക്കും. ഓ, നിങ്ങൾ ഇരുട്ടിലിരിക്കുന്നു. അത് വരും. അത് ഇരുട്ട് കഴിഞ്ഞു. ഇരുട്ടിൽ ഇരുന്നു കൊണ്ട് അറിയുന്ന അറിവാണ് നിങ്ങൾ എന്നുള്ളതിലെത്തി. ഇങ്ങനെയുള്ള നിങ്ങൾ എവിടെയിരിക്കുന്നു? ഗുരുകുലത്തിൽ ഇവിടെ അവർ പഠിക്കാനിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്നത് എന്തൊക്കെ വസ്തുക്കളുണ്ട്? ഇപ്പോൾ നിങ്ങളെ അറിയുന്നുണ്ട്, മറന്നു വരുന്നു. ആ ഇരുട്ടിലിരിക്കുന്ന വെളിച്ചമാണ് ഞാൻ. ആ വെളിച്ചമാകുന്ന കണ്ണോടുകൂടി നിങ്ങൾ ചുറ്റും നോക്കും. ഇത് കണ്ടു? ഈ ഗുരുകുല പരിസരമെല്ലാം കണ്ടില്ലേ? കണ്ടേ? അത് അതിനപ്പുറത്ത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അല്ല, ഗുരുകുല പരിസരമെല്ലാം കാണുമ്പോൾ അതെല്ലാം നിങ്ങളുടെ അറിവിന് അകത്തോ പുറത്തോ? അതിനെല്ലാം അറിയുന്നുണ്ട്. അറിയുമ്പോൾ അത് നിങ്ങളുടെ അറിവിന് അകത്തോ പുറത്തോ? അകത്തല്ലേ? നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമോ? അതിനുള്ള സമയം ഞാൻ തന്നാൽ സാധിക്കുമോ? അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും ആ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങളുടെ അറിവിൻ്റെ അകത്തോ പുറത്തോ? അതല്ലേ? എല്ലാവരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അകത്ത് ഉറക്കെ പറയണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കേരളം എന്ന സംസ്ഥാനത്തിനകത്താണ്, ഇല്ലേ? ആ കേരളത്തിന് സംസ്ഥാനത്തെ പറ്റി നിങ്ങൾക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ? വടക്കേറ്റമ്മരൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? കേരളത്തിൻ്റെ ഇനിയൊക്കെ പോയാൽ കാണാം, കേരളം കാണാം. അപ്പോൾ വരുമ്പോൾ കേരളം എന്ന സംസ്ഥാനത്തിനകത്താണ് നിങ്ങളിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ കേരളം എന്ന സംസ്ഥാനത്തോളം നിങ്ങളുടെ അറിവ് വ്യാപിച്ചു പോയോ? അപ്പോൾ കേരളം ഇപ്പോൾ നിങ്ങളുടെ അറിവിനകത്തോ പുറത്തോ? ഇങ്ങനെ അറിവിൻ്റെ മേഖല വളർന്നു പോയി ഇന്ത്യ രാജ്യമായി, ഏഷ്യ ഭൂഖണ്ഡമായി, ഭൂമിയായി, പിന്നെ സൗരയൂഥമായി. സങ്കല്പിക്കുമ്പോൾ സൗരയൂഥത്തോളം നിങ്ങളുടെ ബോധം വളർന്നില്ലേ? അങ്ങ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അതങ്ങ് നോക്കിയാൽ അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. ഇത് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന് മാത്രം പറയും. അതിപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുവരെ അറിഞ്ഞൂടാ. അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? നിങ്ങളിപ്പോൾ അതിനകത്ത് പുറത്തു. അപ്പോൾ നിങ്ങൾ ആകുന്ന അറിവ്, ഇരുട്ടിൽ ഇരുന്നുകൊണ്ട് അറിയുന്നതായ അറിവ്, ആ അറിവിന്
എത്ര വ്യാപ്തിയുണ്ട് പറയാം? അത് ഇൻഫിനിറ്റാണ് അല്ലേ? ഇൻഫിനിറ്റി ഒന്നോ രണ്ടോ? ഇൻഫിനിറ്റി ഒന്നായിരിക്കും രണ്ടായിരിക്കും? ഒന്ന്. അപ്പോൾ അറിവ് ഒന്നോ രണ്ടോ? ഇപ്പൊ നിന്റെ കാര്യം എടുത്താൽ നിന്റെ അറിവിൽ ഈ വാക്കുകളെല്ലാം പെടും, ലോകമെല്ലാം പെടും, വിശ്വം മുഴുവൻ പെടില്ലേ? അപ്പോൾ നിന്റെ അറിവ് അതിന്റെ വ്യാപ്തി എത്ര? ഈ വിശ്വത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ഇൻഫിനിറ്റിയോളം വളർന്നു നിൽക്കുന്ന ഒന്നാണ് എൻ്റെ അറിവ്. അപ്പം അങ്ങനെയുള്ള അറിവ് ഒന്നോ രണ്ടോ? ഒന്നാണെങ്കിൽ നീ അവിടെ ഇരുന്നുണ്ട്, ഞാൻ ആ അറിവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവരെല്ലാവരും അതിനകത്തുണ്ട്. ഈ വിശ്വത്തിലുള്ള സകലരും അതിനകത്തുണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഒരറിവ്, ഇൻഫിനിറ്റിയോളം വളർന്നു നിൽക്കുന്ന ഒരറിവ്, ആ അറിവ് അനന്തമായി കിടക്കുന്നു, അതിനകത്തൊക്കെ എവരുമുണ്ട് ഇല്ലേ? അപ്പോൾ അങ്ങനെ കരുതാൻ നീയാകുന്ന അറിവ് അത് ഇൻഫിനിറ്റിയോളം വളർന്നു നിൽക്കുന്നതാണ്. അതിലുള്ള ഓരോ അതെല്ലാം ഒരു നമുക്ക് കൽപ്പിക്കാം. ഒരു പോയിന്റ്, അതിന് ചുറ്റുന്ന വൃത്തം കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. അറിവിൻ്റെ മേഖല വളർന്നതാണ്. നമ്മൾ പറഞ്ഞില്ലേ, നീ ഇവിടെ ഇരിക്കുന്ന ഈ ഏരിയ, നിന്റെ കുടുംബം ഉൾപ്പെടെയുള്ളത്, സർക്കാർ, കേരളം, ഇന്ത്യ, ഭൂഖണ്ഡം, ഇങ്ങനെ വളർന്നു പോകുന്നില്ലേ? കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. എന്നാലും അറിയുന്ന നീ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അറിവാകുന്ന നീ കേന്ദ്രമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ചുറ്റുമുള്ള സർക്കിൾസ് വളർന്ന് ആ ഇൻഫിനിറ്റിയോളം വളർന്നു നിൽക്കുന്നു ആ സർക്കിൾ ഇല്ലേ? അപ്പോൾ അതിൻ്റെ കാഴ്ചപ്പാട് മറ്റുള്ളവരുടെ സ്ഥാനം എന്താണ്? അതിനകത്തുള്ള ഓരോ പൊട്ടുകളായി ഇല്ലേ? ഇൻഫിനിറ്റി സർക്കംഫറൻസ് ആയിട്ടുള്ള ഒരു സർക്കിളിനകത്ത് എന്തെല്ലാം സ്പോട്സ്, ഓരോരോ കൊത്തുകൾ കണ്ടെത്താൻ സാധിക്കുമോ? അതൊക്കെയാണ് ഈ പലരുടെ അറിവുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പലരാകുന്ന അറിവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ആ അറിവ് ഒന്നോ പലതോ? എല്ലാവരും, നീ മാത്രമല്ല, ഓരോരുത്തരും എടുത്താൽ അവരുടെ അറിവ് ഇൻഫിനിറ്റിയോളം വളർന്നു. അതിനകത്ത് ബാക്കിയുള്ള സകലതിനും സ്ഥാനമുണ്ട്. ഞാനും അതിനകത്തുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനകത്ത് കേന്ദ്രമായിരിക്കുന്നു അല്ലേ? ഓരോരുത്തരും കേന്ദ്രമായി കണ്ടുകൊണ്ടല്ലേ വളർത്തിയ കോൺസെൻട്രിക് സർക്കിൾസ് വളർന്ന് നമ്മൾ കണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് വാസ്തവത്തിലുള്ളത്? സത്യം എന്താണ്? ഓരോരുത്തരുടെയും അനുഭവത്തിൽ ആ അറിവാണ് സത്യം അല്ലേ? ബാക്കിയുള്ളതെല്ലാം ആ അറിവിനുള്ളിൽ അവരവർ കണ്ടെത്തുന്ന ഓരോ കൊച്ചു കുത്തിയാണ്. മനസ്സിലായോ അല്ലേ? അപ്പോൾ പരമമായ സത്യം എന്ത്? അറിവാണ് സത്യം. ആ അറിവ് എവിടെ ഇരിക്കുന്നു? ഞാൻ എന്നെ ശരിയായിട്ട് മനസ്സിലാക്കിയിരിക്കുമ്പോൾ അറിവ് എവിടെ ഇരിക്കുന്നു? എന്നിലിരിക്കുന്നു അതോ എല്ലാവരിലും ഇരിക്കുന്നു? എന്നിലിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരും അതിനകത്ത് ഉണ്ട് എന്നുള്ള തരത്തിലല്ലേ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനകത്തില്ലേ? അപ്പോൾ അവരെയൊക്കെ അറിവിന് പുറത്താണോ അകത്താണോ കാണുന്നത്? ഈ ലോകത്ത് മുഴുവൻ അകത്താണോ പുറത്താണോ കാണുന്നത്? ഇനി അതിൻ്റെ പുറത്തിന് വയ്ക്കാൻ വല്ലതുണ്ടോ? അപ്പോൾ പരമമായ സത്യം എന്ത്? അറിവാണ് സത്യം. മനസ്സിലായ? ഇതാണ് നാരായണ ഗുരു കണ്ടെത്തിയ ഫിലോസോഫിക്കൽ ട്രൂത്ത്.